62 വർഷത്തെ സേവനത്തിന് ശേഷം മിഗ് 21 ഇന്ത്യൻ വായുസേനയിൽ നിന്ന് ഔദ്യോഗികമായി വിരമിച്ചു. ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും പഴയ ഫൈറ്റർ ജെറ്റായ മിഗ് 21 സെപ്റ്റംബർ 26, 2025 ഔദ്യോഗികമായി ഇന്ത്യൻ വായുസേനയിൽ നിന്ന് വിരമിച്ചത്. ചണ്ഡീഗഡ് എയർബേസിൽ ആയിരുന്നു മിഗ് 21 അവസാന ഔദ്യോഗിക പറക്കൽ വേദി. 1963 മിഗ് 21 ആദ്യമായി ഇന്ത്യയിൽ എത്തിച്ചതും ഇതേ എയർബേസിലായിരുന്നു എന്നതും കൗതുകമാണ്. എയർ ചീഫ് മാർഷൽ അമിത് പ്രീത് സിംഗ്, സ്ക്വാഡ്രൺ ലീഡറായ പ്രിയ എന്നിവരോടൊപ്പം ബദൽ 3 എന്ന കോൺസൈൻ AP സിംഗാണ് അവസാനമായി മിഗ് പറത്തിയത്. 1963 മിഗ് 21 ഇന്ത്യയിൽ സേവനം ആരംഭിക്കുന്നത്. ഇതുവരെ ഇന്ത്യയിൽ 700-ലധികം മിഗ് 21 ജെറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. 1965 യുദ്ധം, 1971 യുദ്ധം, കാർഗിൽ യുദ്ധം, 2019 ബാലക്കോട്ട് സ്ട്രൈക്ക് തുടങ്ങിയവയിൽ മിഗ് 21 നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ പഴകിയ വ്യോമയാന സംവിധാനങ്ങളും സുരക്ഷാ പ്രശ്നങ്ങളും കാരണം ഇതിന് ഫ്ലൈയിങ് കോഫിൻ എന്ന അപമാനിക്കപ്പെട്ട പേരും ഉണ്ടായി. 1971 മുതൽ 2012 വരെ 480-ലധികം മിഗ് 21 അപകടങ്ങളുണ്ടായി. മിഗ് 21 പകരക്കാരനായി ഇന്ത്യൻ നിർമ്മിത തേജസ് ജെറ്റുകൾ സേനയിൽ ലഭ്യമാക്കിയാണ് ലക്ഷ്യം. വിരമിച്ച മിഗ് 21 വിമാനങ്ങൾ മ്യൂസിയങ്ങൾക്കും വൈമാനിക പ്രദർശനങ്ങൾക്കും മാറ്റിക്കൊടുക്കും.